പാർട്ടി വിപ്പ് ലംഘിച്ച് UDF-ന് വോട്ട് ചെയ്തതിൽ കുമരകത്ത് BJP-യിൽ നടപടി. PK സേതു, സുനീത് VK, നീതു റജി എന്നീ അംഗങ്ങളെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടേതാണ് നടപടി. കുമരകത്ത് UDF-ഉം BJP-യും സ്വതന്ത്രനെ പിന്തുണച്ചതിൽ തെറ്റില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. BJP-യുടെ പിന്തുണ വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവിടെ അവർ സ്വതന്ത്രരല്ലേ? ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറി അല്ലേ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപി അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. എങ്ങനെ അദ്ദേഹം ആ നിലയിലോട്ട് പോയി? എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെയാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ചിഹ്നം വിട്ടിട്ട് അദ്ദേഹം എങ്ങനെയാണ് പോയത്? ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ലാൽ, ഇന്നലെ ഈ ട്വിസ്റ്റുകളും കളംമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ നടക്കുമ്പോൾ കുമരകവും ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അവിടെ BJP-യിലും നടപടി വരുന്നു. വിവരങ്ങൾ ലാൽകൃഷ്ണൻ. റിജിത്ത്, ഭരണം മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ CPM-നെയോ BJP-യോ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടോ ആരുമായി ഒരു സഖ്യത്തിനും പോകേണ്ടതില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ പറഞ്ഞതാണ്. അത്തരത്തിലൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. അത് കൊച്ചി കോർപ്പറേഷനിലാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ ഏത് തന്നെയാണെങ്കിലും എന്നതായിരുന്നു നിലപാട്. പക്ഷേ നേരെ മറിച്ച് കുമരകത്തേക്ക് ചെന്നപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞത് ഈ സ്വതന്ത്രനെ പിന്തുണയ്ക്കുക എന്ന നിലപാടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. BJP ഇങ്ങോട്ട് വന്ന് പിന്തുണ നൽകിയതാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഞങ്ങൾ ആരും പിന്തുണ ചോദിച്ചു പോയിട്ടില്ല എന്നുള്ളത്. നേരെ മറിച്ച് പലയിടങ്ങളിലും SDPI പിന്തുണച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നവർ രാജിവെച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് BJP പിന്തുണച്ചതിൻ്റെ പുറത്ത് ഒരു തുല്യതയിലേക്ക് വരികയും അതൊരു ടോപ്പിലേക്ക് പോകുമ്പോൾ അത് നറുക്കെടുപ്പിൽ UDF-ന്റെ സ്വതന്ത്രന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. 40 വർഷം നീണ്ട കുമരകം പഞ്ചായത്തിലെ LDF-ന്റെ ഭരണമാണ് ഇതോടുകൂടി അസ്തമിച്ചത്. അപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ LDF ഉന്നയിച്ചതാണ്. തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയ ഒരു അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കുമരകത്ത് നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ ഇതിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത്. തങ്ങൾ ആരെയും പിന്തുണച്ചിട്ടില്ല, അത് ഒരു സ്വതന്ത്രനായിരുന്നു, UDF സ്വതന്ത്രനായിരുന്നില്ല. നേരെ മറിച്ച് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. CPM പുറത്താക്കിയതാണ്, CPM വിട്ടുപോകുന്ന ഒരാളാണ്. അവിടെ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ പിന്തുണച്ച ആളെ അവരും പിന്തുണച്ചു എന്നുള്ളതല്ലാതെ ഞങ്ങൾ അവരെ പിന്തുണ തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ അസ്വാഭാവികതയില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന് ന്യായീകരണം. പക്ഷേ BJP അത് ആ രീതിയിൽ നിസാരവൽക്കരിച്ച് കാണാൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് സ്വതന്ത്രനെ പിന്തുണച്ചു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുമരകത്ത് 3 മെമ്പർമാരെ BJP പുറത്താക്കിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് 3 മെമ്പർമാരെയും പുറത്താക്കിയതായിട്ടുള്ള ഉത്തരവ് പുറത്തേക്ക് വിടുന്നത്. ഏകദേശം 5 മെമ്പർമാരാണ് കോൺഗ്രസിന് ആ സമയത്തുണ്ടായിരുന്നത്, UDF-നുണ്ടായിരുന്നത്. 3 മെമ്പർമാർ BJP-യുടെ പിന്തുണയ്ക്കുകയും കൂടി ചെയ്തതോടുകൂടി LDF-ഉം UDF-ഉം ഒരുമിച്ച് വരികയും 8-8 എന്ന നിലയിൽ ഒന്നോടുകൂടി നറുക്കെടുപ്പിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ഇന്നലെ മുതൽ തന്നെ ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് കോട്ടയത്ത് അലയടിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇരുവരും തമ്മിൽ സഖ്യമുണ്ടായിരുന്നു. പലയിടത്തും BJP കാൻഡിഡേറ്റിനെ നിർത്തിയെടുത്ത് കോൺഗ്രസ് കാൻഡിഡേറ്റിനെ നിർത്താതിരിക്കുക, കോൺഗ്രസിൻ്റെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJP സാധ്യത കുറഞ്ഞ ആളുകളെ പരീക്ഷിക്കുക, അങ്ങനെ ഭരണം മട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇരു മുന്നണികളും നേരത്തെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതാണ് എന്ന് CPM വാദങ്ങൾ ഉന്നയിച്ചതിൻ്റെ പിന്നാലെയായിരുന്നു സ്വതന്ത്രനെ പിന്തുണച്ചുകൊണ്ട് BJP-യും രംഗത്തേക്ക് എത്തിയത്. ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആ വിവാദം ഇപ്പോഴും കോട്ടയം ജില്ലയിൽ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അത് കൂടുതൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് LDF-ന്റെ തീരുമാനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ന്യായീകരണത്തോടു കൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് BJP നടപടിയെടുത്ത സ്ഥിതിക്ക് ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ കൗൺസിലർമാർക്കെതിരെ, മെമ്പർമാർക്കെതിരെ നടപടി വേണം എന്ന രീതിയിലുള്ള ആവശ്യവും പല കോണുകളിൽ നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ജില്ലാ ഘടകമാണ് ഇതിന് കൃത്യമായി BJP-യിൽ നടപടി. ലാൽകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.